അമ്മയുണ്ടോ ഇവിടെ? അതുണ്ട്. നിങ്ങൾക്ക് വേറെ കൂലി ഒന്നുമില്ല, ഇതും പോകുന്നില്ലേ? പഠിത്തത് എന്തായാലും ഇവിടെ വിളിച്ച് തളെ വിളിച്ച് എന്നാടാ അയൽക്കൂട്ടം എവിടെ വെച്ചാ? ഉഷയുടെ അവിടെ വെച്ചു. ഉഷയുടെ വീട്ടിൽ വെച്ചല്ലേ? ഉഷയെ ഒന്ന് കാണണമെന്നുണ്ട്, കണ്ടില്ലായിരുന്നു. ഒരു കാര്യം പറയാൻ പറ്റി വന്നതാ. എന്നാണ് കറിക്കത്? കുഞ്ചാനുണ്ട് ഏടാ ഇവിടെ കൊണ്ടുണ്ട്, അങ്ങോട്ടങ്ങോട്ട് പോയി. ഞങ്ങളൊരു പെയിന്റിങ്ങിന് പണിയുണ്ട്, പുള്ളി ഒന്ന് വിളിച്ചോണ്ട് പോകേണ്ടി വന്നാ. പൊന്നമ്മനെ വീട്ടിൽ വെറുതെ ഇരിക്കുക, ഒരു പണിയില്ലാതെ വിളിച്ചോണ്ട് പോകും. നാളെ എന്നറിയ കുത്തിയിരിക്കുന്നു. ഞങ്ങളെ വഴി കാണുമ്പോ രണ്ടു പേരും പറഞ്ഞായിരുന്നു പണിക്ക് പോകണ്ടേ വിളിക്കണം. അതേ വരുന്നു. നീ വരുന്നുണ്ടോടാ? എവിടെ പോയി നോക്കുന്നത്? ഞങ്ങൾ ഈ കാലം മുഴുവൻ തപ്പി നടക്കുക. ആണോ? എന്റെ പൊന്നു കുഞ്ഞെ ഒന്നും പറയണ്ട. എന്റെ പൊന്നു കുഞ്ഞെ അച്ഛൻ എവിടെ പോയെന്നാ പറഞ്ഞു? എടാ ഞാൻ ആ താഴത്തെ വീട്ടിൽ ലക്ഷ്മിക്കുട്ടിയമ്മേനെ ഒന്ന് കാണാനും പിടിക്കാനും പോയതാ. അവർക്ക് തന്നെ പറ്റി. അവർ മാസമായിട്ട് കേട്ടോടി സോക്കേടായിട്ട് കിടപ്പും പിടുത്തമൊക്കെയല്ലേ. ഞാൻ അറിഞ്ഞായിരുന്നു. ആ എന്നാ ഇപ്പം മെഡിക്കൽ കോളേജിലെ സകലമായ ഡോക്ടർമാരും വന്ന് ചികിത്സിക്കുകയും പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും അവരുടെ അസുഖം കുറയും പിടിക്കുകയൊന്നും ചെയ്തിട്ട്. അവരുടെ അസുഖമൊന്നും കുറഞ്ഞല്ലേ മനുഷ്യ? എല്ലടി ഇനി ഇപ്പോഴും വന്ന് അവര് നോക്കുകയും പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, ഇതേതാ ഈ കൊച്ചനേതാ? ഇവനെ അറിയുന്നില്ല, സാബു. അവൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ അവധിക്ക് വന്നതാ. അറബിയുടെ കൂടെ ആയിരുന്നു, ഇപ്പൊ അവൻ പുതിയ വീട് വെച്ചേക്കുക. അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടി വന്നാ. ഞങ്ങൾ വന്നതേ എന്റെ വീടിന്റെ പെരപണി നടക്കുക. ഇപ്പൊ പെയിന്റിങ്ങിന് കുഞ്ചാനെ വിളിക്കാൻ വേണ്ടി വന്നാ. എന്റെ പൊന്നു കുഞ്ഞ്, എനിക്ക് ഞാൻ ഈ ടച്ച് എല്ലാം വിടുകയും പിടിക്കുകയും ചെയ്തടാ. ഇപ്പൊ ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. എടാ ജോൺസാ, ഇവിടെ കുഞ്ചാൻ ഒരാൾ മാത്രം പോരടാ, നമുക്ക് ഒരാളെ കൂടെ കിട്ടുമോ? കുഞ്ചായ നമ്മുടെ ബേബിച്ചനെ അവിടെ പണിക്ക് കിട്ടും. കിട്ടത്തില്ല മോനെ, അവനെ കിട്ടത്തില്ല. പരീക്ഷ എടുത്ത സമയല്ലേ, അവന് സൂസമയം കൂടി ആ റബ്ബർ തോട്ടത്തിൽ ഇരുന്ന് പഠിക്കുകയോ പിടിക്കുകയോ ഒക്കെ. അവരുടെ ഭാവി നിശ്ചയിക്കുകയും പിടിക്കുകയും ചെയ്ത അവർക്ക് കൊള്ളാം. കുഞ്ഞോച്ചി, ഇവിടുത്തെ ഇളവിളങ്ങളുണ്ട് പഠിക്കുന്നത്. അവള് പരീക്ഷയ്ക്കൊക്കെ ജയിച്ചോ? പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മള് ഒരു പ്രോഗ്രസ് കാരണം കൊണ്ട് ഇവിടെ വന്നു. എന്റെ മോനെ ഷാപ്പിലെ മീൻകറിയില്ലേ, അത് കുടഞ്ഞതുപോലെ മുഴുവൻ ചുമല മഷി. ഒറ്റ വിഷയത്തിന് ജയിച്ചില്ല കൊച്ചു ഇല്ലേ മോനെ. അതൊന്നും അല്ല, ഞാൻ പറയാം. അവൾ ഊടും ഉറക്കവും ഇല്ലാതെ മെനക്കെട്ടിരുന്ന് പഠിക്കുകയും പിടിക്കുകയും ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഏതാണ്ടൊന്ന് പോയെന്നോ പിടിച്ചെന്നോ പറയുന്ന കേട്ട്. എന്നാൽ ഇപ്പൊ ട്യൂട്ടോറിയലോ പോവുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ ട്യൂട്ടോറിയല് വാദ്യമാരാണെങ്കിൽ പഠിപ്പിക്കാനും പിടിക്കാനും ഒക്കെ ബെക്കും മിടുക്കരാന്നാ പെണ്ണ് പറയുന്നത്. ഇനി എങ്ങനെയാലും അവിടെ കല്യാണം നടത്തുകയോ പിടിക്കുകയും വേണം. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. എന്നിട്ട് എവിടെന്നെങ്കിലും ആലോചന വന്നോ? എന്റെ പൊന്നു കുഞ്ഞെ, ഈയിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു ചെറുക്കന്റെ അപ്പനും അളിയനും ചേട്ടനും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പെണ്ണിനെ കാണുകയും പിടിക്കുകയും ചെയ്തായിരുന്നു. ആ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനോ അവനെ കാണാനോ പിടിക്കാനോ പറ്റിയില്ല. നീ എന്നാ ഗൾഫിൽ നിന്ന് വരികയും പിടിക്കുകയും ചെയ്തു? ഞാനിപ്പോ വന്നിട്ട് ഒരാഴ്ചയായി. എത്ര മാസം ലീവും പിടുത്തമൊക്കെ ഉണ്ട്? ഒറ്റ മാസം കൂടെ ഉണ്ട്. ആഹാ, ഒരു മാസം ലീവും പിടുത്തമൊക്കെ ഉണ്ട്. ആ ഇടയ്ക്ക് ഇതിലെ രണ്ടുപേരും ഞങ്ങളുടെ വീടിന്റെ വഴി വരണം. ചിലപ്പോ ഞാൻ അവിടെ കാണത്തില്ല. ഞാൻ ലക്ഷ്മിക്കുട്ടിയമ്മേനെ കാണാനും പിടിക്കാനും ഒക്കെ അങ്ങോട്ട് പോകും. അപ്പം ഇവള് വീട്ടിൽ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. നിങ്ങൾ അതിലെ വരികയും അവളെ കാണുകയും പിടിക്കുകയും ചെയ്തോണം. എന്നാ വർത്താനേ പറയുന്നു? വിശേഷം അറിയുകയും പിടിക്കുകയും ചെയ്യണമെന്ന്.